ഛത്തീസ്ഗഡിലെ ജയിലിൽ കഴിയുന്ന കന്യാസ്ത്രീകളുടെ ജാമ്യാപേക്ഷ ഇന്ന് സമർപ്പിക്കും. NIA കോടതിയിലാണ് ജാമ്യാപേക്ഷ നൽകുക. ജാമ്യാപേക്ഷയെ ഛത്തീസ്ഗഡ് സർക്കാർ എതിർക്കില്ല എന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉറപ്പു നൽകിയിരുന്നു. കോൺഗ്രസ് എംപിമാരുടെ സംഘം ഇന്ന് ജയിലിലെത്തി കന്യാസ്ത്രീകളെ കാണും. ഇടത് എംപിമാരും ഇന്ന് ഛത്തീസ്ഗഡിലെത്തും. ഛത്തീസ്ഗഡിലെ ദുർഗിൽ നിന്ന് PR അരവിന്ദ് വിവരങ്ങൾ നൽകാനായി തത്സമയം ചേരുന്നുണ്ട്. അരവിന്ദ്, ഇന്നലെ വരെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് കന്യാസ്ത്രീകൾ ഛത്തീസ്ഗഡ് ഹൈക്കോടതിയിൽ ജാമ്യാപേക്ഷ നൽകാൻ ഇരിക്കുന്നു എന്നാണ്. ഇപ്പോഴത് NIA കോടതിയെ സമീപിക്കുമെന്നറിയുന്നു. എന്താണ് ഈ ഒരു ആശയക്കുഴപ്പത്തിന് പിന്നിൽ? അമൃത, എന്തായാലും NIA കോടതിയെ സമീപിക്കുവാൻ തന്നെയാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. പ്രധാനമായും അതിന് കാരണമായി പറയുന്നത് ഇന്നും നാളെയും NIA കോടതി പ്രവർത്തിക്കും എന്നുള്ളതാണ്. NIA കോടതിയുടെ തീരുമാനം നോക്കി ഉച്ചയോടുകൂടി അല്ലെങ്കിൽ തിങ്കളാഴ്ചയോടുകൂടി ഹൈക്കോടതിയിൽ എത്തുവാനാണ് ഇപ്പോൾ തീരുമാനം എടുത്തിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ ശ്രീമതി ടീച്ചർ ദുർഗ് ജയിലിൽ കന്യാസ്ത്രീമാരെ കാണുവാൻ എത്തിയിരിക്കുന്ന അവരുടെ പ്രതികരണത്തിലേക്ക് നമുക്ക് കടക്കാം. അമൃത, എന്തായാലും ഇന്ന് തന്നെ NIA കോടതിയിൽ 11 മണിക്ക് തന്നെ ജാമ്യാപേക്ഷ നൽകുമെന്നതാണ് ഇപ്പോൾ കുടുംബം വ്യക്തമാക്കിയിരിക്കുന്നത്. കന്യാസ്ത്രീ സഭാ പ്രതിനിധി റോജി MLA എന്നിവർ നടത്തിയ കൂടിക്കാഴ്ചയിലാണ് തീരുമാനം. ഇപ്പോൾ ശ്രീമതി ടീച്ചറുടെ പ്രതികരണം. ഞാൻ അഡ്വക്കേറ്റ് ഗോപനെ വിളിച്ചിരുന്നു. അഡ്വക്കേറ്റ് ഗോപൻ പറഞ്ഞത് അവര് ഹൈക്കോടതിയിലേക്ക് മൂവ് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കുന്നു. ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ട് എന്ന് പറഞ്ഞു. ശരി ശരി ശരി, ഓക്കെ, താങ്ക് യു. എന്തായാലും അമൃത, കുടുംബവുമായി സംസാരിക്കുമ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് 11 മണിക്ക് ജാമ്യാപേക്ഷ നൽകുമെന്നതാണ്. ഇപ്പോൾ ശ്രീമതി ടീച്ചർ എത്തിയിട്ടുണ്ട്. അതിനു പുറമെ കൂടുതൽ UDF എംപിമാർ അടക്കമുള്ളവർ ഇന്ന് ദുർഗ് ജയിലിലേക്ക് എത്തും. കൊടിക്കുന്നിൽ സുരേഷ് MPയുടെ നേതൃത്വത്തിലുള്ള 5 സംഘമാണ് ദുർഗ് ജയിലിലെത്തി കന്യാസ്ത്രീ കാണുന്നത്. ഇതുകൂടെ തന്നെ ജോൺ ബ്രിട്ടാസ്, അതുപോലെ തന്നെ P. സന്തോഷ് കുമാർ MP എന്നുള്ളവരും ഇന്ന് ദുർഗ് ജയിലിലേക്ക് എത്തുന്നുണ്ട്. എന്തായാലും കന്യാസ്ത്രീകൾക്ക് പൂർണ്ണ പിന്തുണ തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. കഴിഞ്ഞ ദിവസം കേന്ദ്ര ആഭ്യന്തരമന്ത്രി ഇത്തരത്തിൽ ജാമ്യാപേക്ഷയെ എതിർക്കില്ല, പ്രോസിക്യൂഷൻ സംസ്ഥാന സർക്കാർ എതിർക്കില്ല എന്ന് വ്യക്തമാക്കിയിരുന്നു. അതും കന്യാസ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിൽ ആശ്വാസം നൽകുന്ന ഒന്നാണ്. എന്തായാലും ഇന്ന് അരവിന്ദ്, അങ്ങനെയാണെങ്കിൽ ഇന്നിപ്പോൾ ജാമ്യാപേക്ഷ നൽകിയാൽ ഉടൻ തന്നെ ജാമ്യം ലഭിക്കും എന്ന് കരുതാമോ ഈ ഒരു ഘട്ടത്തിൽ? അമൃത, അപ്പോൾ അത്തരത്തിൽ നമുക്കിപ്പോൾ പറയാൻ സാധിക്കില്ല. കാരണം സെഷൻസ് കോടതിയായിരുന്നു ഈ കേസുമായി നിങ്ങൾ NIA കോടതിയിലേക്ക് പോകൂ എന്ന് വ്യക്തമാക്കിയത്. പക്ഷേ NIA ഇതുമായി ബന്ധപ്പെട്ട് ഇതുവരെ കേസ് എടുത്തിട്ടില്ല. അപ്പോൾ എന്തായിരിക്കും NIA കോടതിയുടെ നിലപാട് എന്നതാണ് ഏറെ ഉറ്റുനോക്കുന്നത്. അതുപോലെ തന്നെ 11 മണിക്ക് കേസ് ജാമ്യാപേക്ഷ സമർപ്പിച്ചാൽ NIA കോടതി എന്ത് തീരുമാനമെടുക്കുമെന്നതനുസരിച്ചായിരിക്കും ഹൈക്കോടതിയിലേക്ക് ഒരു ഹർജിയുമായി ഈ കുടുംബം പോവുക. അത് കുടുംബം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇന്ന് 11 മണിക്ക് ജാമ്യാപേക്ഷ സമർപ്പിക്കുന്നു. ഉച്ചയോടുകൂടി NIA കോടതിയുടെ ഒരു തീരുമാനം, അല്ലെങ്കിൽ നാളെയും NIA കോടതി പ്രവർത്തിക്കുന്നുണ്ട്. അതാണ് ഏറ്റവും പ്രധാനമായി ഉള്ളത്. തിങ്കളാഴ്ച ഒരുപക്ഷെ ഇന്ന് ഹൈക്കോടതിയിൽ ഈ ജാമ്യാപേക്ഷ സമർപ്പിച്ചാലും ഇന്ന് അതിലൊരു തീരുമാനം ഉണ്ടാകുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. ഹൈക്കോടതി അത് പരിഗണിക്കണം. അതുകൊണ്ട് തന്നെ കാലതാമസം എടുക്കാനുള്ള സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ NIA കോടതി സമർപ്പിച്ച് NIA കോടതിയുടെ ഒരു തീരുമാനം കൂടി പരിഗണിച്ച് മാത്രമായിരിക്കും ഹൈക്കോടതിയിലേക്ക് പോവുക. എന്തായാലും കുടുംബം ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. 11 മണിക്കാണ് ബിലാസ്പൂരിൽ NIA കോടതിയിൽ ജാമ്യാപേക്ഷ സമർപ്പിക്കുക. അമൃതം. ശരി, PR അരവിന്ദാണ് ഛത്തീസ്ഗഡിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.